Hello guys, welcome to my channel Mansa Vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം വൃത്തികേടാണ് ഗൈസ്. ഒരുപാട് നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കണം, വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് വൃത്തിയാക്കണം. കുറേ ഉണ്ട് ഗൈസ്, എനിക്ക് നാളെ പരീക്ഷയുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നമുക്ക് നേരെ ക്ലീനിങ് പരിപാടിയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ പെറുക്കി എൻ്റെ ജേർണലിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെയാണ്. പിന്നെ എൻ്റെ ബാഗൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മേക്കപ്പ് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ മണിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പൗച്ചും അതുപോലെ എൻ്റെ കുറേ അധികം ക്രാഫ്റ്റ് ഐറ്റംസും പെന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇത്രയും പെന്നുണ്ടെങ്കിൽ ആകെ കൂടി റെക്സോടെ ഈ ഒരു പെന്ന് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. എന്തായാലേ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കണം. അടിയിലും കുറേ ഉണ്ട്, അതൊന്നും ഞാൻ അടുക്കി വെക്കാൻ നിന്നില്ല. എനിക്ക് പിന്നെ എൻ്റെ ഇവിടെ ഒരു കടയിൽ പോയപ്പം കിട്ടിയതാണ്, കടയിലെ കോമ്പറ്റീഷൻ പോയപ്പോൾ കിട്ടിയതാണ് ബലൂൺ. പിന്നെ കുറേ ജേർണലിലെ സാധനങ്ങളും സ്റ്റിക്കേഴ്സും ബുക്കും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണമായിരുന്നു. പെൻസിലും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇന്നലെ ഞാൻ കുറേ ഫ്ലവറിൻ്റെ ഐറ്റംസൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ കളർ പേപ്പറും എല്ലാം കട്ടിങ് പീസസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. കൂടുതലും ജേർണലിൻ്റെ ഐറ്റംസാണുള്ളത്. ഈ സ്റ്റിക്കി നോട്ടും സ്റ്റിക്കേഴ്സും പെന്നും കളർ പെൻസിൽസും ഒക്കെ കിടക്കുകയാണ്. പിന്നെ കുറേയധികം ഈ ഓയിൽ ഷീറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തിട്ട് ഒരു ഫയലിൻ്റെ ഉള്ളിലേക്ക് വെച്ചു വിട്ടു. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ കുറേ പേപ്പറുണ്ട്. ഇതൊരു സാധനം കേട്ടോ, നല്ല തിളക്കമുള്ള ഒരു സാധനമാണ്. ഇതാണ് എൻ്റെ ജേർണലിൻ്റെ ബുക്ക് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇത് പുതിയതാണ്. ഇതിനകത്ത് അത്യാവശ്യം ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ അലമ്പായിരുന്നു. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടുക്കി വെച്ചു. പിന്നെ ഐലൈനറും കുറേ ഐറ്റംസ് ഉണ്ട്. എൻ്റെ കമ്മൽ വരെ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് ഡയറി മിൽക്ക് അല്ലാട്ടോ, അതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡാണ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്തൊക്കെ വെക്കാമായിരുന്നു. അപ്പോൾ ഡ്രോ തുറക്കുക, അതിനുള്ളിൽ വെക്കുക, പിന്നെയും ഡ്രോ തുറക്കുക, അങ്ങനെ വെക്കുക. അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പണി. അപ്പം കുറച്ച് നല്ലോണം സ്പീഡാക്കി ഇട്ടപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. ഏകദേശം 12 മിനിറ്റ് 13 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തിൽ ഞാൻ 7 മിനിറ്റ് ആക്കിയതാണ്, കാരണം നല്ലോണം സ്പീഡാക്കി. എൻ്റെ കൈ റോബോട്ടിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ കാണാമല്ലേ. ഇതാണ് എൻ്റെ പൂച്ചാട്ടൻ, എൻ്റെ പേര് മോട്ടി എന്നാണ്. അപ്പം എന്താ പറയുക, ഞാൻ ആ സാധനങ്ങൾ വെക്കുമ്പോൾ അവൾ അതിനകത്തൊന്ന് എന്താ പറയുക തലയിടുകയാണ്. എനിക്കത് അടുക്കി വെക്കാൻ പറ്റില്ല, ഇവൾ ഇങ്ങോട്ട് കയറി വന്നാട്ടോ. അപ്പോൾ എൻ്റെ സാധനങ്ങൾ ജേർണലിൻ്റെ ഐറ്റംസൊക്കെ വെക്കുകയാണ്. ഞാൻ ഈ ഒരു ബോക്സിനകത്ത് ഷൂവിൻ്റെ ബോക്സിനകത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ബൈജൂസിൻ്റെ ഈ ഒരു ബോക്സിനുള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ലോണം വലിപ്പമുണ്ട്, നല്ല സൈസും ഉണ്ട്. പിന്നെ ഞാൻ ഓരോ ദിവസം കുറച്ച് കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പേപ്പറും അതും ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനാണ്. ഞാൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് സത്യം പറഞ്ഞാൽ സാധനം ഒന്ന് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പൂച്ച എന്ന് പറയുമ്പം ഞാൻ അതിനെ ഒന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അത് ചാടിക്കയറി വരണം. അതിൻ്റെ സ്നേഹം നോക്കിയാൽ ഈ സാധനം കണ്ടത് വാഷി ടേപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ മേളിലേക്കൊക്കെ ചാടിക്കയറി അവർക്കത് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാനാണെങ്കിൽ അത് ഇങ്ങനെ കറക്കി എടുക്കുമ്പോഴേക്കും അവൾ വന്നിട്ട് ഏതൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അവളെ ഒന്ന് ഓടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ജേർണലിൽ സ്റ്റിക്കേഴ്സ് ഐറ്റംസൊക്കെ അടുക്കി വെച്ചു. പിന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നാണ് ടേബിൾ ഇതുപോലെ ആവുന്നത്. പെട്ടെന്ന് ഈ ടേബിൾ ഇങ്ങനെ ആവും കേട്ടോ. അപ്പോൾ അതിന് കുറേ ബ്രഷും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പെന്ന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ എൻ്റെ പൗച്ചിനകത്ത് കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പൈൻ ഫോറസ്റ്റിൽ പോയപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ ആയതുകൊണ്ട് തോന്നുന്നു ഇത് നന്നായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനെടുത്ത് നന്നായിട്ട് വിരിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ പൈൻ ഫോറസ്റ്റിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് എൻ്റെ ആൻറ്റി വിളിച്ച് പറഞ്ഞു. പിന്നെ ഈ ജേർണൽ എടുക്കില്ല എന്ന് ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് എന്താ പറയുക അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്യാൻഡിലാണ്, നമ്മുടെ LED ക്യാൻഡിലില്ലേ, അതിങ്ങനെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പീസ് കിട്ടി. പിന്നെ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സിങ് ടേബിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കമ്മലും മാല എല്ലാം കൂടെ ഒരു ബോക്സിനകത്തുള്ള ഇങ്ങനത്തെ ബോക്സ് വാങ്ങിക്കുകയാണ് നല്ലതാണ്. പിന്നെ പെട്ടിക്കകത്ത് കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പിന്നെ എൻ്റെ ബ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഈ ഒരു കോലമാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. കാരണം ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ദേഷ്യം വരും, എല്ലാം കൂടെ തല്ലി പൊട്ടിക്കാൻ തോന്നും. ഞാൻ പണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് തല്ലി പൊട്ടിച്ചിട്ട് എൻ്റെ മേക്കപ്പ് സെറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടുകാരി ഞങ്ങളെ ഫാമിലി വരച്ചതാണ്. പക്ഷേ അപ്പൂവിനും അമ്മയും കുട്ടിക്ക് അറിയില്ലാത്തതുകൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവളുടെ പേര് ആഷിക എന്നാണ്. അവളുടെ പേര് പറഞ്ഞില്ല എന്ന് ആൾ പറയരുത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസും കൂടെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫോണിൽ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഒരു വീഡിയോ എടുത്തത് കേട്ടോ. എന്തായാലും ഞാൻ എല്ലാം കൂടെ എടുത്ത് ഒതുക്കി വെക്കുകയാണ്.
അപ്പോൾ ബാസ്ക്കറ്റ് ഒരെണ്ണമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിലേക്ക് പെറുക്കിയിടും. പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കും കേട്ടോ. പിന്നെ ചൂടെടുത്തിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ കളേഴ്സും എല്ലാം എടുത്തിട്ട് ഞാൻ ഒരു പൗച്ചിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ പിന്നെയും നിറഞ്ഞു ടേബിൾ ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ഇരിക്കുമല്ലോ കേട്ടോ. അതെന്താണെന്നറിയില്ല, വീഡിയോ എടുക്കണമെന്നാണ് തോന്നുന്നു. എല്ലാം നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ആ പ്രദേശത്തേക്കേ പോകില്ല. ഞാൻ എല്ലാ ദിവസവും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എൻ്റെ റൂം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇന്നൊരു ആവശ്യത്തിന് വീഡിയോ എടുത്താന്ന് മാത്രം. പിന്നെ ആ ഒരു ക്ലേ എടുത്ത് ഞാൻ ഉള്ളിലേക്ക് വെച്ചു വിട്ടത്. മറ്റേ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, മറ്റേതൊക്കെ കട്ട പിടിച്ച് പോയി. അപ്പം എൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാനുണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ ചാടിപ്പോവുകയാണ്, കാരണം അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു തെന്നിപ്പോണ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ താഴേക്ക് കിടക്കരുത്. പിന്നെ ഇങ്ങനെയൊക്കെ ഒതുക്കി പെറുക്കി വെച്ചു വിട്ടു. പിന്നെ തുറക്കും എല്ലാം കൂടെ ചാടി ദേഹത്തേക്ക് വരും. അതൊക്കെ ഒരു കാലം. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചു. എൻ്റെ ഫയലുകളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് എനിക്ക് പോലും അറിയില്ല. കുറേ പേപ്പറൊക്കെ ഉണ്ട്. ഇതൊക്കെ അലമ്പായിട്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് സെറ്റാക്കാം കേട്ടോ. പിന്നെ എൻ്റെ ബെഡൊന്ന് ആദ്യമേ സെറ്റാക്കണമായിരുന്നു. പിന്നെ അത് എല്ലാം കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാക്കിയത്. ഈ ഒരു പണിയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ തന്നെ അതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തു. അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇങ്ങോട്ടാവും, ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ടാവും. പിന്നെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നു, കാരണം വീഡിയോ ഓണമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തലയണം കൂടെ വെച്ചു. പിന്നെ അവിടെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഫാൻ ഇട്ടുള്ള കാര്യം ഓർമ്മ വന്നത്. അതൊക്കെ ഓഫ് ചെയ്ത് എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് തൂത്ത് കൊടുത്തു. അങ്ങനെ തൂത്ത് അത്യാവശ്യം നല്ലതായിട്ട് പൊടി ഉണ്ടായിരുന്നു. എൻ്റെ കാലാണ് ഞാൻ എല്ലാത്തിനും പ്രവർത്തിക്കുന്നത്, കാരണം കാല് മതിയല്ലോ. ഇത് ഞാൻ ഒരു കൂട്ടുകാരിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് ഇപ്പോഴും കൊടുത്തില്ല, ഒരു 7-ാം മാസം അങ്ങോട്ടായപ്പോൾ ചെയ്തതാണ്. ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ മാസം എടുത്തതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്കൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. മൊത്തം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങോട് ക്ലീനിങ് കേട്ടോ. എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പ്ലേ ബട്ടൺ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയുണ്ടെന്നോടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ റൂമൊക്കെ ഇങ്ങനെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുന്ന ആളാണോ നിങ്ങൾ? എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും അടുക്കി വെച്ച് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒതുക്കിയപ്പോൾ ഞാൻ കിരിപ്പുണ്ട്. ടേബിളാണ് എനിക്ക് ദേഷ്യം വരുന്നത്, കാരണം പെയിൻറ്റും അതും ഇതൊക്കെ ആക്കിയിട്ട്. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒതുങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുമ്പം. പിന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, എല്ലാം ഭംഗിയുള്ള ഇതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ബൈ.